അപ്പോൾ നിങ്ങൾ പ്രകമ്പനമാണെന്ന് കരുതി ഭൂചലനമാണെന്ന് കരുതി ഞെട്ടിപ്പോയി. അപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ കുട്ടംകുളത്ത് ഇങ്ങനെ വെടിക്കെട്ട് വരെ കത്തിന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തൊഴിലാളികളൊക്കെ ഒരു ഇതുള്ളവരും കൂടെ ഓടി വന്നു. പിന്നെ കണ്ടത് ഇവിടെ ഇങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. പിന്നെ വലിയ പുകയും ഉയരുന്നുണ്ട്. പിന്നെ തീ ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ 2-3 പൊട്ടാൻ കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ആർക്കും ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അതിനിപ്പോൾ ഫയർഫോഴ്സ് വരാനും എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് വീതി കുറവ്. ഇപ്പോൾ ഇറ്റാച്ചി വന്നിട്ട് മാന്തിയിട്ട് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു. ഇവിടുത്തെ വാർഡ് മെമ്പറേ അതിനുള്ള നിതീഷാണ് അങ്ങനെ കാര്യങ്ങൾ. തൃശൂർ മുണ്ടത്തിക്കോടാണ് വെടിക്കെട്ട് പുറയിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ് എന്ന് തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പൂരവും ഒക്കെ വരാനിരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലും സ്ഫോടനങ്ങൾ നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ ഇപ്പോഴും നമുക്ക് വ്യക്തമാകുന്നത് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. നേരത്തെ കമ്മീഷണർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 12 പേരെ 10 മുതൽ 12 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അതിനിടെ തന്നെ 7 പേർക്ക് പരിക്ക് ഗുരുതരമാണെന്നാണ് കമ്മീഷണർ പറഞ്ഞത്. നാട്ടുകാരൊക്കെ പറയുന്നത് ആദ്യം കരുതിയത് അവിടെ വലിയ രീതിയിലുള്ള ഒരു ഭൂചലനം ഉണ്ടായി, നേരത്തെ വന്ന റിപ്പോർട്ടുകളും അതുപോലെയായിരുന്നു എന്നാണ് നടരാജ് പറയുന്നത്. ഒപ്പം അതിൽ തന്നെ വീടുകളിൽ പ്രകമ്പനമുണ്ടായി. 30-ൽ കൂടുതൽ ആളുകൾ ആ സ്ഥലത്ത് അപകട സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ആ കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കും. എന്തായാലും പ്രാഥമികമായി രക്ഷാപ്രവർത്തനം, അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഒപ്പം അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരൊക്കെ അവിടെ കൂട്ടം ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഓരോരുത്തരെ ശരീരഭാഗങ്ങളൊക്കെ അവിടെ തെറിച്ചു വീണു എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ. അക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. അല്പസമയം മുമ്പ് അവിടെ വീണ്ടും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തകരുടെ അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം കാണുന്നത്. നടരാജിലേക്ക് ഒരിക്കൽ കൂടി. നടരാജ്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം എത്ര വലിയ അപകടമാണ് അവിടെ നടന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു, എത്ര പേരെ ആശുപത്രിയിലേക്ക് മാറ്റാനായിട്ടുണ്ട്, അക്കാര്യത്തിലൊന്നും ഒരു കൃത്യമായൊരു വ്യക്തത ഇപ്പോഴും വരുത്താനായിട്ടില്ല അല്ലേ?